സർവറിന്റെ അഡ്മിനെ തറയിൽ ഇറങ്ങി വന്നു. ഇങ്ങനത്തെ ഒരു ഹാക്കിംഗ് തന്ത്രം നമ്മൾ ആദ്യമായിട്ട് കാണുവാണല്ലോ. എന്തൊരു ടർഫ് കിട്ടിയാളിയാ പിന്നല്ലാണ്ട് ടർഫിന്റെ പവർ ഉണ്ട സർവർ ഹാക്കിയ വരെ ആള്. അതുകൊണ്ട് ഞങ്ങൾ ഓഫ് ആക്കിയത് സൗണ്ട് വരും. സൗണ്ട് വരും. ഇവിടത്തെ മൈക്ക് മ്യൂട്ടായിരുന്നാ? ആ നീ കൊറേ നേരം കൊണ്ട് മ്യൂട്ടായിരുന്നു. എന്തോ വെച്ച് പറയുന്നത്. എന്റെ അവിടെ 22 ഒക്കെയാണ്. 22,000 രൂപയോ? ചന്ദ്രു അവിടെ ഒരാളോടെ വന്ന് നിർത്തുവോ? ചന്ദ്രു രണ്ടുപേരുണ്ട്. ചന്ദ്ര 10-നൊക്കെ റെന്റ് കിട്ടണ വല്ല സ്ഥലം കിട്ടുമോ? ഇല്ലടാ ഇവിടെ തെരുവി കിടക്കാനും വേണം 10,000 രൂപ. അതെ, നമ്മളെ പോലെയൊക്കെ ജീവിക്കാനാണ് അത്ര ഒന്നും വേണ്ട. ഇപ്പൊ പ്രോട്ടീന് കഴിക്കും. ബോബയുടെ ഒക്കെ ലൈഫ് ഈ ഒരു കേരളത്തിന്റെ 7 പ്രായത്തില് വീട് വെച്ച് കാറ് വാങ്ങി. അയ്യ ചന്ദ്ര ഇതൊക്കെ ചുമ്മാ ഇരുന്നൊക്കെ പറയണം കേട്ടാ. പിന്നല്ലാണ്ട് ഉള്ള പിരിവുകളിലെ മൊത്തം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പറയും അതിന്റെ പുറകെ കൂടെ ചന്ദ്ര വന്ന് ഓരോന്ന് പറയും. പിന്നല്ലാണ്ട് സത്യല്ലേ പറയണേ. ഞാൻ AVC എന്ന് പറയാം. ഞാൻ കഴിഞ്ഞിട്ട് വരാം. പിരിവ് നഷ്ടപ്പെടണ പട്ടി നാളെ പോയി. സമൂഹത്തിന്റെ മുന്നില് ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് നീ അഭിനയിക്കുവാണല്ലേ അപ്പാ. ശരിക്കും ഞാൻ പാവപ്പെട്ടവനല്ലേ എന്തൊരു. എടാ നിനക്ക് ഒരു ബിസിനസ് ഉണ്ട് ഫാമിലി പരമായിട്ട് ഉണ്ടായില്ലേ? യെസ് ഓർ നോ? എനിക്ക് ബിസിനസ് ഇല്ല. ആ ബിസിനസ് ഉണ്ട്. കടയുണ്ട്. എനിക്ക് ബിസിനസ് ഇല്ല. ഫാമിലി പരമായി ബിസിനസ്. സ്വന്തമായി വീടുണ്ടോ? ഇല്ല ലോണില്ല. വീടുണ്ടോ? ചന്ദ്ര ഇതിപ്പോ പുതിയ വരെ ലോൺ കൊടുക്കും. അവർക്ക് കാറെടുത്തോ? ലാസ്റ്റ് റീസെന്റ് ആയിട്ട് കാറെടുത്തില്ലേ? അത് ഞാൻ എടുത്തല്ല, അപ്പുറത്ത് വീട്ടിൽ ഇവരൊക്കെ കള്ളന്മാര്. ഇതിലും വലിയ കള്ളാണ് കണ്ണാപ്പി. ഇവന്റെ പിന്നെ കുഴപ്പമില്ല. ഇത് കണ്ണാപ്പി എന്ന് പറഞ്ഞ കള്ളൻ, ക്ലാസ് കള്ളൻ. അവനൊരു ക്രെഡിറ്റ് കാർഡും ഉണ്ട്. ക്രെഡിറ്റ് കാർഡിൽ ജീവിതകാലം മുഴുവൻ ഡെബ്റ്റാ, തീരൂല അത്. ക്രെഡിറ്റ് കാർഡ് എപ്പോഴും മറ്റേ 40,000 കടക്കാരനായിരിക്കും. എന്നിട്ട് ഇന്നലെ പറഞ്ഞ് കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം കാണില്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആള് രാവിലെ തൊട്ട് ആക്റ്റീവ് ഗ്രൂപ്പില് മെസ്സേജ് കണ്ണ് കണ്ടുകൂടല്ല. തത്സമയാണോടാ? അല്ല ഞാനടുത്ത് നീയും പിച്ച ചട്ടി കൈയിട്ട് വരാൻ വന്നെയാണ്. ഇല്ലടാ നിങ്ങളെല്ലാം തെണ്ടുന്നുണ്ടല്ലോ. പിന്നെ ഞാനിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ കിട്ടാനാ? അതാ ഞാൻ നേരത്തെ ടൈമിംഗ് ഒക്കെയാണ്. ടൈമിംഗ് 3 പേര് ചൊല്ലിട്ട് കിടക്കണമെന്നോ? നമ്മള് ഷെയർ ചെയ്ത 22 മൊത്തത്തിലാ. അത് ചന്ദ്ര വരുമ്പോ ഞാൻ വരും, വാസണ്ണ വരുമ്പോ ഞാൻ വരും. 22K ഒക്കെ ഭയങ്കര കുറവ് റേറ്റാ. കാക്കനാട് എന്നുള്ളത് പ്രൈം സ്പോട്ടാണ്. നല്ല റേറ്റാ. മിനിമം ഒരു 2 BHKക്ക് 27-28 തെരുവി കിടക്ക എത്ര ആവും? തെരുവി കിടക്ക മിനിമം 5,000 രൂപ. തെരുവി കിടക്ക 5,000 രൂപ. തെരുവി പോലും കിടക്കാൻ പറ്റൂല. എടാ തെരുവി കിടക്കുന്ന ആൾക്കാർക്ക് ഉണ്ടോ ഇവിടെ അസോസിയേഷൻ ഒക്കെ? തോന്നുന്നില്ല. ബോബോയാണ് ഇടപ്പള്ളിയെ തെരുവ് മൊത്തം അടക്കി വെച്ചോണ്ടത്. ബോബോയ് അവിടെ ഇടപ്പള്ളിയിലാണ് നിന്നോണ്ടിരുന്നേട്ടാ. ആള് നമ്മള് കൊണ്ടുവിടുവേ. ആളെ കൊണ്ടുവിടുമ്പോഴത്തേക്കും പറയും വേണ്ട ഞാൻ നടന്നു പൊക്കോളാന്ന് പറയും കേട്ടാ. സഞ്ജയൊക്കെ തൂക്കി നൈസായിട്ടാ ഒരു വലിയ വീട്ടിലോട്ട് കയറി പോണ, അതായത് ഗേറ്റ് തുറക്കണവരെ കാണാം. അതിനുശേഷം ആളെ കാണൂല. സംഭവം എന്തിന് നമുക്ക് പോരേശം അവിടുന്ന് പായൊക്കെ എടുത്തോണ്ടത് വെളി കിടക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് ചന്ദ്ര ഇതിപ്പോ പൈസ ശരിയല്ല. ബോബ ഉള്ളി പറയണം ആ ചന്ദ്ര ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഈ പറ കുറച്ച് പിരിവ് കൂടുതലിട്ടോ. ആ ചന്ദ്ര ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇങ്ങനെയൊക്കെ പറയാം. ചന്ദ്ര ഇന്നെനിക്ക് ആകെ 50 രൂപ ചന്ദ്ര ജീപ്പിട്ട് അവനെ കാണാൻ പോകാൻ ഒരു 1000 രൂപയിലും വേണ്ടേ? അവനെ കാണാൻ പോകാൻ നിനക്ക് 1000 രൂപ ആവശ്യമില്ല. ടിക്കറ്റ് ഇവിടെ തൊട്ട് കായംകുളം വരെ കൂടി പോയി 80 രൂപ ടിക്കറ്റ്. വണ്ടി നീ ആര്?
ബ്ലംബ് ആണല്ലോ. പാപ്പ എന്തൊക്കെ സെർവർ ഉണ്ട്. പന്നിടാ പന്നി പന്നി സർവറിന്റെ അമ്മ സർവറിന്റെ അഡ്മിനെ തറയിൽ എറിഞ്ഞു വന്നു. ലീക്ക് ചെയ്തേ. അവസ്ഥ നോക്കെ. പയ്യന്മാരും മനുഷ്യനെ മാത്രമേ കൊണ്ടുവരുള്ളൂ. ലൈവ് അല്ല ഇട്ടേക്കുന്നെ. വില്ലുമനൊക്കെ ഏറല് കേറിയിട്ട സംഭവം. അപ്പാപ്പന്റെ എന്റെ ഊഹം അത് ശരിയാണെങ്കിൽ അല്ല ഈ പാപ്പന്റെ ഇപ്പൊ ദാ തെറി വിളിക്കുകയായിരിക്കും. ആരോ live ഇട്ട് പാറയാ? കേറി. ആണ്ടി? നമ്മുടെ കൂട്ടത്തിൽ ഇതെന്ത് കുരിശൊക്കെ. ടിവിയുടെ ടർഫിന്റെ പവർ ഉണ്ടോ സർവർ ആക്കിയ വരെ ആള് അതൊക്കെയാണ് റേഞ്ച്. ചന്ദ്ര അതാരാ എന്തിനാ ഓടി. നമ്മളെ റേഞ്ച് മനസ്സിലായ ഹരി ഹരി ഹരി. നമ്മളെ റേഞ്ച് മനസ്സിലായ റേഞ്ച് ഓഫ് ടിവിയെ. നാളത്തെ ടൈറ്റില് ചന്ദ്ര ടീം തന്നെ അവന്മാര് നമ്മളെ അടിച്ചെടുക്കുമെന്ന് മേടിച്ച് ചെയ്യുന്ന ഇതൊക്കെ ഇത് കോമ്പറ്റീറ്റീവ് സർവേഴ്സ് ആയിട്ടുള്ള ഒരു ചുമ്മാ പണിയാണ്. പറഞ്ഞാണേ. ഇത് ഡിമൻസിറ്റി മറ്റേ പയ്യന്റെ പേര് ഡിമൻസിറ്റി നാളെ കൊണ്ട് ചന്ദ്രനെ കൊണ്ട് ചന്ദ്രു മറ്റേ നാളെ പയ്യന്റെ അടുത്ത കോൺട്രവേഴ്സി. പേര് ഡ്രീമറായിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ചന്ദ്ര ഡൈവേഴ്സിറ്റി പറഞ്ഞപ്പോ ഇങ്ങനത്തെ ഒരു ഹാക്കിംഗ് തന്ത്രം നമ്മൾ ആദ്യമായിട്ട് കാണുവാണല്ലോ. എന്തൊരു ഐ.പി.എൽ ലീഗാക്കി ഡീഡേഴ്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഇല്ലായിരുന്നോ മറ്റേ അണ്ടി അണ്ടി അണ്ടി. ഞാൻ വിചാരിച്ചേ ഞാൻ അപ്പാപ്പന്റെ അപ്പാപ്പന്റെ പി ഒ വേണ്ടിട്ട് ഞാൻ വിചാരിച്ചേ അപ്പാപ്പൻ ഈ പവറിലല്ലേ ഇപ്പൊ അതുകൊണ്ടായിരിക്കും ഇതാക്കണേ. ആടുപ്രാണ്ട് ഏറില്ലേ ആടുപ്ര മോളിലോട്ട് ബഹിരാജ് ശ്രദ്ധിക്കുന്ന ആള്. ചന്ദ്ര തല ഇറങ്ങുന്ന ഷവർമ തല ഇറങ്ങി വീഴും. അപ്പാപ്പനെന്താ പറ്റി? കൊണ്ട് പി സി പോയി കേട്ടോ. നമുക്ക് ഞാൻ നൈസായിട്ട് ലൈവ് എടുത്തു. എന്നാ ശരി പോയാ ഞാൻ എന്ത് ചെയ്യാനാ. ഇതൊരു ഒന്നൊന്നര ടർഫ് ആയിരിക്കും. ഇതൊരു ഒന്നൊന്നര ടർഫ്. ടർഫ് മാറ്റി അനൗൺസ്മെന്റ് പറഞ്ഞല്ലേ. ഇതൊരു 1.5 2.5 3.5 4.5 5.5 ടർഫ് ആയിരിക്കും. 9 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞത്. ആളെപ്പോഴേറെ ബാക്കിയുള്ളവരെ തറയിലെങ്കിലും ഇട്ട് ആടുപ്രോനെ എയറിലിട്ട് കളിക്കണ്. കറക്കുന്ന കേട്ടാ. അല്ല എന്തൊരു ഒന്നും അറിഞ്ഞില്ല അപ്പാപ്പന്റെ അടുത്താണ് അപ്പാപ്പന്റെ എന്തോണ്ടത്. അല്ല അപ്പാപ്പനെ പോയിടാ പണ്ണി. ഞാൻ പോട്ടെ AC പോയിട്ട് പിള്ളേർക്ക് അത് പ്രചോദനം കൊടുത്തിട്ട് പറഞ്ഞ കേട്ടാ. പ്രചോദനം കൊടുക്കാൻ പോയിട്ട് പറഞ്ഞേ. ലൈവുള്ളവരെല്ലാം കൂടെ അല്ലേ. എന്തോ ആടാ പ്രശ്നം, എന്തോ ആടാ പ്രശ്നം. ചന്ദ്രന്റെ കൂട്ടത്തിലൊന്ന് പഴയ ഞാനേ ആദ്യം ബ്രാവനൊക്കെ ഇരുന്നപ്പോഴേ ബ്രാവനെ എടുത്തിട്ട് കളിക്കണേ. അപ്പൊ ഞാൻ വിചാരിച്ചു ബ്രാവന് പവർ ഒന്നും ഇല്ലല്ലോ, ആട് ബ്രോന്റെ ഒക്കെ എന്താന്ന് അറിയാലോ. നോക്കിയപ്പോഴേ ആള് ബഹിരാജ് എത്തിക്കുന്നു. ആ അവസാനം താഴെ ഇറങ്ങിയത്. ഇതെങ്ങനെ
നിങ്ങളുടെ മലയാളികൾ മാത്രല്ലേ കേട്ടോ കാണുന്നേ. നമ്മളെ ഇന്റർനാഷണൽ നമ്മളെ ടിവിയെ കുറിച്ച് എന്തോ വിചാരിച്ചു ബ്രോ. നമ്മള് ഇച്ചിരി റേഞ്ച് ആണ്, നമ്മളെ റേഞ്ച് ഇച്ചിരി വേറെയാണ്. സൈറ്റ് മാറി കയറാനേണ്ടി ഇപ്പൊ കൈയോട് അല്ല ഇതെങ്ങനെ ഞാൻ അടുത്ത സർവർ ഇത് പൊക്കാൻ കേട്ടോ. ഇതെന്താ സംഭവിച്ചത്? എന്താ ഇതെന്താ സംഭവിച്ചേ? ഇത് അപ്പാപ്പൻ അപ്പാപ്പൻ IP leak ചെയ്ത്. അപ്പാ ഡിമൻസിറ്റി എത്ര രൂപ വന്ന് IP leak? നാളെ വരും. ചന്ദ്രന്റെ പേര് പറഞ്ഞത് ഞാൻ സത്യസന്ധമായിട്ട് ചോദ്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. അപ്പാപ്പ എനിക്ക് ഇതൊന്നുമില്ല. സർവർ പോയാലും കുഴപ്പമില്ല. ചാണ്ടി ഈ ചാനലിൽ കൂടി പോയാ ഞാനൊരു IP കൂടെ പർച്ചേസ് ചെയ്ത് തരാം. ലൈവിൽ കാണിക്കണേ. തൽക്കാലം ഇന്ന് വേറെ നടത്തിയിട്ട് വേണ്ട 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 മണ്ടക്കിട്ടോ മണ്ടക്കിട്ടോ ഓപ്പൺ ആണ്. ഇല്ല സർവർ തമാശക്ക് പറഞ്ഞല്ലേ ടർഫായിരിക്കും. ഡെവലപ്പേഴ്സിലോട്ടോ ഇല്ല ബ്രാവോയുടെ ഡെവലപ്പറോട് കളഞ്ഞു. എനിക്ക് സർവർ പോയി കുഴപ്പമില്ല. ചാനല് പോയി റിയാക്ഷൻ എന്നാ അളിയെ ഇവിടെ ഏതോ ബാറിലടിച്ച് നിപ്പനൊക്കെ അടിച്ച് ഇവിടെ ബോധമല്ല നടക്കണേ. അവനങ്ങനെ കള്ളുപിടിയെ ഞങ്ങക്ക് അങ്ങനെയല്ലേ കാണിക്കത്തുള്ളൂ. എന്തേ പറയുന്നേ? ഇത് ചാനലും കൂടി പോയി കഴിഞ്ഞാൽ തൂങ്ങാൻ പോടാ. ഞാൻ ചാനലൊക്കെ എന്റെ ചാനൽ കൊണ്ടുപോയി. നീ ചന്ദ്രന്റെ കണ്ടല്ലേ കിക്ക് അക്കൗണ്ടൊക്കെ പോകും. കണ്ടവരൊക്കെ കൊണ്ടുപോകും. ഞാനേ നിന്നെ പോലെ കണ്ട തുണ്ട് ഞാനൊന്നും മനസ്സിലായി. നീ കണ്ട VPN ഇട്ട് കേറിയതിന്റെ പ്രശ്നം ഇത്. ഇത് തുണ്ടാണെന്നല്ലേ സത്യം. അത് അങ്ങനെ കൊണ്ടുപോകും. ചന്ദ്രാതെ എനിക്ക് ഫ്രഷ് മെയിൽ തനിയെ ഫ്രഷ് മെയിൽ എന്നാ? ഫ്രഷ് മെയിലാ? ഫ്രഷ് മെയിൽ പുതിയ മെയിലിന്ന് ഫ്രഷ്. ഓ അങ്ങനെ ഫ്രഷ് മെയിൽ എന്ന് ഫീമെയിൽ മെയിൽ. ഇനി നമ്മുടെ ടിവിയിൽ ഒരു സ്ലോട്ട് ഫ്രീ ആയിട്ടാ. ഏതാ പെർമനന്റ് ബാന ആര്? അപ്പാപ്പന ഈടിച്ചിട്ട് പറഞ്ഞാലേ വാറ് കഴിച്ച് നമ്മൾ ടർഫ് കഴിച്ചെന്ന് പറഞ്ഞാലേ ലെറ്റ്സ് ഫക്കിംഗ് ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാപ്പനോട് സ്ക്രീൻ ഓഫ് ആക്കാൻ പറയാം. ഈശ്വര അവിടെ ചെന്ന് വേണ്ട പുതിയ IP മേടിക്കും കേട്ടോ. കാശ് കൊടുത്ത് അവന് കാണിച്ചു കൊടുത്തോണ്ട് കറക്റ്റ് സമയത്ത് എന്തൊക്കെയാണ് கடவுளே கடவுளே விழுந்து விட்டேன் உன்னாலே കനവിലെ കനവിലെ സ്ക്രീൻ ഓഫ് ആക്കിയിട്ടില്ല തോന്നുന്നു. സെറ്റായി പറയണേ. ഞാൻ അങ്ങോട്ട് അപ്പുറത്തെ ദിവസത്തിലോട്ട് പോകുന്നു പറയണേ. സ്ക്രീൻ ഓഫ് നിങ്ങളെല്ലാം കളി. ഞാൻ അപ്പുറത്തെ ദിവസം ഇരിക്കാം. നമ്മുടെ ഒന്ന് സൈലന്റ് ആവണേ. ഞാൻ കാൺവതല്ല അല്ല ഒന്നുമില്ല. അത് ഞെക്കിയിട്ട് അതിനകത്ത് എന്തോ ഇത് പറയണ അത് കൊടുത്താ മതി. അറിഞ്ഞൂടാ അത് നോ എന്താ അത് ഇപ്പൊ തുടങ്ങുന്ന പറയണേ. നോക്കാം. എന്താ ഏറ്റവും കൂടുതൽ ഗ്യാങ് ഫണ്ട് തന്ന എടാ ഏറ്റവും കൂടുതൽ ഗ്യാങ് ഫണ്ട് തന്ന ആര് ഡിസ്കസ് ചെയ്ത അവസാനം?
അയ്യോ അയ്യോ ഓ ചന്ദ്രു ടർഫ് ബോസ് ഞാൻ എപ്പോഴും സൗണ്ട് കൂട്ടി ടർഫ് മാറ്റി ചന്ത് ഞാൻ സൗണ്ട് കുറച്ചു അവർക്ക് എന്തോ ഒത്തിരി പണിയുണ്ടെന്ന്. അയ്യോ വെയിറ്റ് കൺഫേം ആയി അറിഞ്ഞൂടാ. കൺഫേം ആയെന്നാണ് എന്റെ വിശ്വാസം. കൺഫേം അല്ലെങ്കിൽ ഒന്ന് പറയണേ ഇനി അതെ നാളത്തെ കോച്ചൊക്കെ വന്ന് കൺഫേം ആയില്ലേ കോച്ച്? മാറ്റിയില്ലേ? സർവർ മൊത്തം കൊണ്ടുപോയിന്ന് ടർഫിന്റെ മാൻവെയർ ഇഞ്ചക്ട് ചെയ്തു. ഓ നീ അപ്പാപ്പനെ കൊടുത്താലേ തിരിച്ചു. കൊണ്ടുപോയി ലാസ്റ്റ് നോക്കിയപ്പോ யார் யாரெல்லாம் இப்ப கடைசியா வந்துட்டு ஐபி அட்ரஸ் காமிச்சு அவங்க ஐபி அட்ரஸ்ல இருக்கிற எல்லா மால்ஃபேரையும் லாக் பண்ணி வச்சுக்கோங்க. ഓക്കെ അപ്പം എല്ലാരും പോയിട്ടുണ്ട്. ബൈ ബൈ, എല്ലാവർക്കും ഒരു ബൈ ഉണ്ട്. എല്ലാരും അപ്പൊ അളിയനോ എല്ലാരെയും കൊണ്ടുപോയി. അപ്പൊ വട്ടത്തിലൊന്നും ഇപ്പൊ നിങ്ങളുടെ പീസ് இல்ல ஆன்டிவைரஸ் போட்டு வச்சு ஆன் பண்ணிக்கோங்க. அந்த ஆன்டிவைரஸ்ல ஆஃப் பண்ணுவீங்கல்ல, அதெல்லாம் ஆஃப் பண்ணாதீங்க. നീലനെ ലൈവ് ഇപ്പൊ നീലനല്ല ലൈവ് ചെയ്യുന്നത്. ഇപ്പൊ മറ്റേ പുള്ളിയാണ് ഇപ്പൊ നീലനല്ല ലൈവ്. കുട്ടാ രസിക്കടാ, എന്തോ അവര് കൊണ്ടുവന്നു. അളിയ ടർഫ് കിട്ടിയളിയാ പിന്നല്ലാണ്ട് പിള്ളേരൊക്കെ ഒരേ കളിയായിരുന്നു. ഒരേ കളി കളിച്ചു വിട്ടവരെ അളിയ എക്സ്ചേഞ്ച് പറയളിയാ ലൈവാ. റീസ്റ്റാർട്ട് ആകാൻ കഴിഞ്ഞ് പെട്ടെന്ന് 5 മിനിറ്റ് കളി തീർന്നു. പിള്ളേർ അഗ്രസീവ് ആയിരുന്നു. ആ ഞാൻ നോക്കിട്ട് വിളിക്കാം. നമുക്ക് സിറ്റിയിൽ ഒരു അടിയുണ്ട്. നോക്കിട്ട് എന്ത് സീവിന്റെ സിറ്റുവേഷൻ എന്താണ് ഇതിന്? சந்திரா உன்னை டிராக் பண்ற மேல ட்ராக் பண்ணு. தள்ளானோ தல்ல லைவா. ஓகே ஓகே. என்ன நான் சம்சாரிச்சு இவன் கிட்ட, நீலன் கிட்ட. யாருக்கிட்ட? நீலன் கிட்ட. என்ன அந்த மாதிரி സിറ്റുവേഷൻ എടുക്ക തവലൻ പറഞ്ഞു. ഓ അത് ലീവ് ഇറ്റ് കോച്ച്, അത് പിന്നെ സംസാരിക്കാം. ബത്താഴോ എടാ സർവർ ബ്രാവോ കാശ് വാങ്ങിട്ട് ഇത് ചെയ്ത് ലിങ്ക് ഐപി ലീക്ക് ചെയ്ത് അപ്പൊ തന്നെ സർവർ കൊണ്ടുപോയി. അതാണ് പ്രശ്നം. അതാണ് ഉണ്ടായത് ഇവിടെ. ബ്രാവോ നമ്മളെ ഊമ്പിക്കുന്ന വിചാരിച്ചില്ല. നമ്മളെ ഊമ്പിക്കുന്ന ഇങ്ങനെ ഊമ്പിക്കുന്ന വിചാരിച്ചില്ല. ഇങ്ങനെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തു. ഹലോ അളിയ. ആ അളിയ എന്തൊക്കെ അനാവശ്യ അളിയ, എന്തൊക്കെ ഇതാക്കിയാ പറയുന്ന അളിയ. ഇന്നലെ നീ ഒരു സ്ട്രീമർ അല്ലേ, ഇങ്ങനെയൊക്കെ സംസാരിക്കണ്ടേ? അപ്പാപ്പൻ കണ്ട സർവറിൽ നിന്നൊക്കെ കാശ് വാങ്ങിട്ട് ഐപി ലീക്കാക്കി. സത്യം പറയട്ടെ, എങ്ങനെ അപ്പാപ്പ ലീക്കാക്കി തന്നെ? അല്ലല്ല, ഇന്നലത്തെ എന്റെ ലൈവില് ബ്രാവോടെ എന്റെ ചാറ്റ് ഉണ്ടായിരുന്നു. ആ ചാറ്റിനകത്ത് ബ്രാവോ എനിക്ക് അയച്ചു നിങ്ങളുടെയൊക്കെ ആണോ സങ്കടമൊക്കെ മനസ്സിലാക്കി ലാസ്റ്റ് ലൈവിൽ നിർത്തിച്ചില്ല ഞാൻ. ഇതൊക്കെ ഞാൻ പറയാം. അപ്പാപ്പൻ്റെ പറയാത്. അപ്പാപ്പ ഇന്നലെ അപ്പാപ്പന്റെയും അവന്റെയും ഉള്ള ചാറ്റ് ഈഗിളിന്റെ ലൈവിലുണ്ടായിരുന്നെന്ന്. അതിൽ ഐപി ഉണ്ടായിരുന്നു. നമ്മുടെ പി സി ഒക്കെ കൊണ്ടുപോവൻ അത്രയ്ക്ക് ഉറപ്പുള്ളവനാണെങ്കിൽ വില്ലുമോന്റെ ഇത് കൊണ്ടുപോയി കാണിച്ച വില്ലുവിനെ കൊണ്ട് അത്രയ്ക്ക് ഉറപ്പുള്ളവനാണെങ്കിൽ വില്ലുമോന്റെ കൊണ്ടുപോയി കാണിച്ചാടാ. ചന്ദ്രൻ എന്താണ്ടാ? എനിക്ക് നിങ്ങളത് ഒരു പ്രശ്നം. ജോയിൻ ചെയ്യില്ലേ, വില്ലുമോൻ ജോയിൻ ചെയ്തത് അവനോട് ഐപി தான் കാട്ടാங்க. ഞാൻ പോയി വെല്ലുവിളിയിലാകാം. വെല്ലുമോനോടാവല്ലേ ഇനി വളവണ്ടേ? റീജോയിൻ ചെയ്താണല്ലോ അപ്പം ഈ ടർഫൊക്കെ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നീ ഇന്ന് ബിസിയാന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇനി ചൊവ്വാഴ്ച കളിക്കാം. ഏത് ഇനി അടുത്ത ടർഫിന് ഞാൻ ഉണ്ട്. അടുത്ത ടർഫിന് അപ്പൊ ഞാൻ ഉണ്ട്. എന്നാ റീഷെഡ്യൂൾ ചെയ്തേ?
ചൊവ്വ സൺഡേ 11 അപ്പൊ 12 ഓക്കെ. മറ്റേ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച ആക്കാൻ പറ്റുമോ? എന്നാ എനിക്ക് ബാൻ ഇട്ട് ഇല്ല കുഴപ്പമില്ല നമുക്ക് ലീക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ചൊവ്വാഴ്ച ലീക്ക് ചെയ്യാം. അപ്പം ബുധനിലോട്ട് മാറ്റിക്കോളും. ഡെയിലി സാലറി അതോ ഇയർലി ആനുവൽ ആണോ? അതങ്ങനല്ല, അത് ഈ എന്താ പറയാ നമ്മൾ കൈക്കൂലി തരുന്ന അനുസരിച്ച്, മനസ്സിലായോ? നല്ല രീതിയിൽ തന്നു കഴിഞ്ഞാ നല്ല രീതി അടിക്കാന്ന്. എന്നാലും ഫ്ലോ അങ്ങ് പോയി. പോട്ടെ, കുഴപ്പമില്ല. ജി ജീസ്.